സുഹൃത്തെ, നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് ഒരു കാര്യത്തിനാണ്. അത്യാവശ്യമായി പണം വേണം. ഒരു പേയ്മെന്റ് അടയ്ക്കാനുണ്ട്. വലിയൊരു ചെലവ് മുന്നിലുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് വളരണം, സാമ്പത്തികമായി ഉയരണം, ജീവിത സാഹചര്യം മാറണം. പണത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിച്ചാൽ മതി എന്ന് കേൾക്കാനല്ല, മാനിഫെസ്റ്റേഷൻ വഴി ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നറിയാൻ. അപ്പോൾ നേരെ അതിലേക്ക് തന്നെ പോകാം. പണം വളരെ ആവശ്യമായ സമയത്ത് മനസ്സ് കൂടുതലും പോകുന്നത് ഇതിലേക്കാണ്. ഇതെവിടെ നിന്ന് കിട്ടും? ഇനി എങ്ങനെ മാനേജ് ചെയ്യും? അത് സ്വാഭാവികമാണ്. പക്ഷെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഇമാജിനേഷന് കൊടുക്കേണ്ട ജോലി അതല്ല. പകരം ചോദിക്കൂ, എനിക്ക് വേണ്ട പണം ഇതിനകം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് മാറിയിരിക്കുന്നത്? നമ്മൾ ഇന്ന് മാറ്റാൻ പോകുന്നത് ഇതാണ്. ഇല്ല എന്ന ഫീലിംഗിൽ നിന്ന് പണം വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തിലേക്ക്. ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഫീലിംഗ് പതുക്കെ പുറത്തുള്ള ജീവിതത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങും. പക്ഷെ അതിനാദ്യം ഒരു കാര്യം ക്ലിയർ ആക്കണം. പണം കിട്ടി എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? നെവിൽ ഗോഡാർഡ് മാനിഫെസ്റ്റേഷനിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ് വിഷ് ഫുൾഫിൽഡ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം ആദ്യം ഉള്ളിൽ അനുഭവിക്കുക. പണത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രാക്ടിക്കലായി ഉപയോഗിക്കാം. പണം കിട്ടിയെന്ന് വെറുതെ ഇമാജിൻ ചെയ്യുന്നത് മാത്രമല്ല, ആ പണം വന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറിയതെന്ന് അനുഭവിക്കുകയാണ്. ഒരു പേയ്മെന്റ് ആണെങ്കിൽ അത് ഇതിനകം അടച്ചു കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനമാണ് ലക്ഷ്യമെങ്കിൽ അതിനി ഭാവിയിലെ ഒരു സ്വപ്നമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡമാണ് വേണ്ടതെങ്കിൽ പണത്തെക്കുറിച്ചുള്ള പേടിയില്ലാതെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ജീവിതമാണിനി. അതുകൊണ്ട് വിഷ് ഫുൾഫിൽഡ് എന്നത് ഒരു തുക മനസ്സിൽ കാണുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആ പണം നിങ്ങളുടെ കയ്യിൽ വന്നതിനു ശേഷമുള്ള ജീവിതത്തിൽ നിന്ന് ചിന്തിക്കുകയാണ്. അടുത്തതായി ചെയ്യേണ്ടത് അതിലും സിമ്പിളാണ്. ആ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ നിമിഷം മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കൊരു കൃത്യമായ തുക വേണമെങ്കിൽ അത് മനസ്സിൽ വ്യക്തമായി വെക്കാം. പക്ഷെ തുക മാത്രം നോക്കി നിൽക്കരുത്. ഇനി ഒരു കാര്യം തീരുമാനിക്കണം. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി എന്താണ് മാറിയിരിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ഫുൾഫിൽഡ് എൻഡ്. ഇവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വഴി തീരുമാനിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് തീരുമാനിക്കൂ. ഈ ആളിലൂടെ തന്നെ പണം വരണം. ഈ ജോലി കിട്ടിയാൽ മാത്രമേ പണം വരൂ. പണം ഈ വഴിയിലൂടെ തന്നെ വരണമെന്ന് തീരുമാനിക്കുമ്പോൾ ശ്രദ്ധ റിസൾട്ടിൽ നിന്ന് മാറി ഇതെങ്ങനെ നടക്കണം എന്നതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കൂ, എനിക്ക് വേണ്ട പണം ഇതിനകം കിട്ടിയിരുന്നെങ്കിൽ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ചെറിയ നിമിഷം ഏതാണ്? ആ ചെറിയ നിമിഷം തന്നെയാണ് നമ്മൾ ഇമാജിനേഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വലിയൊരു മെന്റൽ മൂവി ഉണ്ടാക്കേണ്ടതില്ല. പണം വന്നു, പുതിയ ജീവിതം, സെലിബ്രേഷൻ, പിന്നെ എല്ലാം പെർഫെക്റ്റായി ഇമാജിൻ ചെയ്യണമെന്നൊരു പ്രഷർ വേണ്ട. ഒരു ചെറിയ സീൻ മതി. നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് ഇതിനകം നടന്നു കഴിഞ്ഞെന്ന് സ്വാഭാവികമായി തോന്നിക്കുന്ന ഒരു ചെറിയ നിമിഷം. ഒരു പേയ്മെന്റ് തീരുന്നതാണ് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എങ്കിൽ നിങ്ങൾ ശാന്തമായി പറയുന്നു, എല്ലാം സെറ്റിലായി. അത്രമാത്രം. നിങ്ങൾ ആഗ്രഹിച്ച വരുമാനം ലഭിക്കുന്നതാണ് റിസൾട്ട് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തുക അവിടെ കാണുന്നു. ഉള്ളിൽ ശാന്തമായി തോന്നുന്നു, അതെ, ഇനി ഇത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എളുപ്പത്തിൽ ഉള്ളിൽ കാണാൻ കഴിയുന്നത്ര സിമ്പിളായാൽ മതി. ഇനി ഒരു പ്രധാന കാര്യം, ആ സീൻ നിങ്ങൾ പുറത്തു നിന്നൊരു സിനിമ കാണുന്നത് പോലെ കാണേണ്ടതില്ല. അതിനുള്ളിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. നിങ്ങളുടെ കണ്ണിലൂടെ. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീൽ. നിങ്ങളൊരു മെസ്സേജ് വായിക്കുകയാണെങ്കിൽ ആ സ്ക്രീൻ. ഒരാളുടെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ വോയിസ്. പെർഫെക്റ്റ് വിഷ്വലൈസേഷൻ വേണ്ട. ചിത്രം വളരെ ക്ലിയർ ആയിരിക്കണമെന്നുമില്ല. ആ സീൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മതി. ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നിമിഷമാണ്. പക്ഷെ ഇവിടെ പലർക്കും അടുത്ത ഡൗട്ട് വരും. സീൻ ഉണ്ടാക്കി, എല്ലാം മനസ്സിലായി, പക്ഷേ ഉള്ളിൽ വലിയൊരു ഇമോഷൻ ഒന്നും വരുന്നില്ല.
അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കില്ലേ? പണം അത്യാവശ്യമായി വേണ്ട ഒരു സാഹചര്യമാണെന്ന് കരുതൂ. നിങ്ങൾക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യണമെന്നില്ല, വലിയ സെലിബ്രേഷൻ മൂഡ് വരണമെന്നുമില്ല. ആ പണം കിട്ടിയാൽ ആദ്യം ഉള്ളിൽ വരുന്നത് എന്തായിരിക്കും? ഒരാശ്വാസം. അത് കഴിഞ്ഞു, ഇനി ഓക്കെയാണ്. ആ സിറ്റുവേഷനിൽ അതാണ് വിഷ് ഫുൾഫിൽഡ് ഫീലിംഗ്. ഒരു ശാന്തത, ഇനി കാര്യങ്ങൾ ഓക്കെയാണ് എന്നൊരു ഉറപ്പ്. പക്ഷെ നിങ്ങൾ കൂടുതൽ അബണ്ടൻസ് ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫീലിംഗ് കുറച്ച് വേറെയായിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ സമാധാനം, തീരുമാനങ്ങൾ എടുക്കുമ്പോഴുള്ള കോൺഫിഡൻസ്. ഒരു ചെലവ് വന്നാൽ ഉടനെ ഭയപ്പെടേണ്ടതില്ല എന്ന ഉറപ്പ്. പണം കാരണം ഓരോ കാര്യത്തിലും പിന്നോട്ട് പോകേണ്ട എന്നൊരു സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഫീലിംഗ് എന്ന് കേൾക്കുമ്പോൾ വലിയൊരു ഇമോഷൻ ഫോഴ്സ് ചെയ്യരുത്. പകരം ചോദിക്കൂ, എനിക്ക് വേണ്ട ജീവിതം ഇപ്പോൾ തന്നെ എന്റേതായിരുന്നെങ്കിൽ പണത്തെക്കുറിച്ച് ഉള്ളിൽ ഞാൻ എങ്ങനെ ഫീൽ ചെയ്തേനെ? അതാണ് കണ്ടെത്തേണ്ടത്. സാമ്പത്തികമായി സുരക്ഷിതനായ ഒരാൾ ഓരോ നിമിഷവും എക്സൈറ്റ്മെന്റിൽ നടക്കില്ല. പണമുണ്ട് എന്നത് അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല. അത് അവരുടെ സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണ്. അതെ, ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നൊരു ശാന്തമായ ഉറപ്പ്. അതാണ് പലപ്പോഴും വിഷ് ഫുൾഫിൽഡ് ഫീലിംഗ്. ഇതൊരു ടെസ്റ്റ് അല്ല. 5 മിനിറ്റ് സ്ട്രോങ് ഇമോഷൻ ഫീൽ ചെയ്തോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട കാര്യവുമില്ല. സീനിലേക്ക് പോകുമ്പോൾ ആ റിസൾട്ട് ഇതിനകം നടന്നിരുന്നെങ്കിൽ ഉള്ളിൽ എന്താണ് സ്വാഭാവികമായി വരുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ഫോഴ്സ് ചെയ്യേണ്ട, അത് വരാൻ അനുവദിച്ചാൽ മതി. ഇപ്പോൾ ഈ സെയിം സീൻ ഇന്ന് രാത്രി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യമൊന്ന് ശാന്തമാകൂ. ഫോൺ മാറ്റിവെച്ച് കംഫർട്ടബിളായി കിടക്കൂ. വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ട. നിങ്ങൾ മുമ്പ് തിരഞ്ഞെടുത്ത ആ ഷോർട്ട് സീനിലേക്ക് വീണ്ടും മടങ്ങൂ. ആ നിമിഷത്തിനുള്ളിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യൂ. ഒരു ചെറിയ ലൈൻ സ്വാഭാവികമായി വരുമെങ്കിൽ അതുള്ളിൽ കേൾക്കൂ. വാക്കുകളൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിടൂ. ഉള്ളിൽ ആ നിമിഷം അനുഭവിക്കൂ. കഴിഞ്ഞു. സീൻ പതുക്കെ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യൂ. വേഗത്തിൽ റിപ്പീറ്റ് ചെയ്ത് തീർക്കാനുള്ള ഒരു എക്സർസൈസായി ചെയ്യേണ്ട. ഓരോ തവണയും ഇത് നടന്നു കഴിഞ്ഞു എന്ന അനുഭവം കുറച്ചുകൂടി സ്വാഭാവികമാകട്ടെ. മനസ്സ് വീണ്ടും ഇന്നത്തെ പ്രശ്നത്തിലേക്ക് പോയാൽ അതുമായി പോരാടേണ്ട. വീണ്ടും സീനിലേക്ക് വരൂ. ഇതെങ്ങനെ വരും എന്ന ചിന്ത വന്നാലും അതിന് വഴി കണ്ടെത്താനിരിക്കേണ്ട. നിങ്ങൾ തീരുമാനിച്ചത് വഴിയല്ല, റിസൾട്ടാണ്. അതുകൊണ്ട് വീണ്ടും അതേ ഫുൾഫിൽഡ് മൊമെന്റിലേക്ക് മടങ്ങൂ. അവിടെ സ്വാഭാവികമായി വരുന്ന ഫീലിംഗ് അനുഭവിക്കൂ. കുറച്ചു സമയം ആ ഫീലിംഗിൽ തന്നെ ഇരിക്കൂ. ഉറക്കം വരുമ്പോൾ ഉറങ്ങിക്കോളൂ. ഇവിടെ പ്രധാനപ്പെട്ടത് ഓരോ ദിവസവും പുതിയ ടെക്നിക് തേടുകയല്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത റിസൾട്ട്, നടന്നു കഴിഞ്ഞ അനുഭവം ഉള്ളിൽ കൂടുതൽ പരിചിതമാക്കുകയാണ്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ പണത്തെക്കുറിച്ചുള്ള ടെൻഷൻ വീണ്ടും വന്നാൽ എന്തു ചെയ്യണം? അതുകൊണ്ട് ഇന്നലെ രാത്രി ചെയ്തതെല്ലാം വെറുതെയായി എന്ന് കരുതണ്ട. അതിനു മുകളിൽ മറ്റൊരു പേടി കൂടി ചേർക്കരുത്. ഞാൻ നെഗറ്റീവായി, ഇനി നടക്കില്ലേ? പകരം ഒരു നിമിഷം ഓർക്കൂ, എനിക്ക് വേണ്ട റിസൾട്ട് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ മൊമെന്റിലേക്ക് ഉള്ളിലൊന്നു മടങ്ങൂ. അതിലെ റിലീഫ് അല്ലെങ്കിൽ ശാന്തത ഒരു നിമിഷം വീണ്ടും അനുഭവിക്കൂ. പിന്നെ ആ ദിവസം തുടരൂ. ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ. വേണ്ടിടത്ത് ആക്ഷൻ എടുക്കൂ. അവസരം വന്നാൽ മുന്നോട്ട് നീങ്ങൂ. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ളതല്ല. പേടി മാത്രം നിങ്ങളെ നയിക്കാതെ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് ഉള്ളിലോർത്തുകൊണ്ട് മുന്നോട്ടു പോകൂ. ദിവസം മുഴുവൻ ഐ ആം റിച്ച് എന്ന് ഫോഴ്സ് ചെയ്യേണ്ട. ഓരോ നെഗറ്റീവ് ചിന്തയും മാറ്റാൻ ശ്രമിക്കേണ്ട. സമ്മർദ്ദം വീണ്ടും വന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത റിസൾട്ട് ഒന്നോർക്കൂ. രാത്രി അതേ സീനിലേക്ക് മടങ്ങൂ. അങ്ങനെ പണം വന്നു കഴിഞ്ഞ ജീവിതത്തിന്റെ ഫീലിംഗ് ഉള്ളിൽ പതുക്കെ കൂടുതൽ സ്വാഭാവികമാകുന്നു. സുഹൃത്തെ, ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം എങ്ങനെയായാലും അതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന രൂപമായി സ്വീകരിക്കേണ്ടതില്ല. പണം ഇപ്പോൾ അത്യാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം, വളർച്ച, സാമ്പത്തിക സുരക്ഷ അതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഉള്ളിൽ എവിടേക്കാണ് മടങ്ങേണ്ടതെന്ന്.
ഒരു ചെറിയ സീൻ, അതോടൊപ്പം വരുന്ന ഒരാശ്വാസം, ഒരു ശാന്തമായ ഉറപ്പ്. അതെ, കാര്യങ്ങൾ മാറി. നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക ജീവിതം ഒരു ദൂരെയുള്ള ഡ്രീമായി മാത്രം നിൽക്കേണ്ടതില്ല. ആദ്യം അതുള്ളിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം പോലെ പരിചിതമാകട്ടെ. ഇതാണ് ഞാൻ സ്വീകരിക്കുന്ന ജീവിതം എന്നൊരു ശാന്തമായ ഉറപ്പിലേക്ക് വരൂ. ഉള്ളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ആ ഫീലിംഗ് പതുക്കെ പുറത്തുള്ള ജീവിതത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങും. മാനിഫെസ്റ്റേഷൻ, മൈൻഡ് സെറ്റ്, സൈക്കോളജി ഇവയെ ജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ബ്ലിസ്ഫുൾ അബണ്ടൻസ് ജേർണി സബ്സ്ക്രൈബ് ചെയ്യൂ. ശാന്തമായി വളരൂ. നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കട്ടെ. നന്ദി.